ബംഗാളിൽ കോൺഗ്രസിന്റെ കൈപിടിക്കാൻ സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതി. സിപിഎമ്മിന്റെ 2 കോൺഗ്രസിന്റെ 4 സിറ്റിംഗ് സീറ്റുകളിൽ പരസ്പരം മത്സരിക്കേണ്ടെന്ന നിർദ്ദേശം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. ഏകകണ്ഠമല്ല തീരുമാനം. തമിഴ്നാട്, മഹാരാഷ്ട്ര, ബീഹാർ സംസ്ഥാനങ്ങളിൽ സിപിഎം കോൺഗ്രസ് അടങ്ങുന്ന സഖ്യത്തിന്റെ ഭാഗമാകും. സിപിഎമ്മിൽ യെച്ചൂരി കാരാട്ട് വിഭാഗങ്ങൾ തമ്മിൽ തർക്കത്തിനിടയാക്കിയ വിഷയത്തിലാണ് ഒടുവിൽ യെച്ചൂരി പക്ഷത്തിന്റെ നിലപാട് അംഗീകരിക്കപ്പെടുന്നത്. ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമോ ധാരണയുണ്ടാക്കാൻ 2016-ൽ സംസ്ഥാന ഘടകം കൊണ്ടുവന്ന നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റി വോട്ടിനിട്ട് തള്ളിയിരുന്നു. ഇതിനെ മറികടന്ന സംസ്ഥാന ഘടകത്തോട് പിന്നീട് തിരുത്തൽ നടപടികൾ നിർദ്ദേശിച്ചു. പാർട്ടി കോൺഗ്രസിലും യെച്ചൂരി പക്ഷത്തിന് പൂർണ്ണ വിജയം നേടാനായില്ല. ഒടുവിൽ ബംഗാളിലെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് 6 സീറ്റുകളിൽ കോൺഗ്രസുമായി നീക്കുപോക്കാകാമെന്ന കേന്ദ്ര കമ്മിറ്റിയുടെ ഭൂരിപക്ഷ തീരുമാനം. Today 6 sitting seats which are neither BJP nor Trinamool in the Lok Sabha existing sitting seats where there are 4 of the Congress and 2 of the CPIM. So we have decided that in these 6 seats there should be no mutual contest. CPM സിറ്റിംഗ് സീറ്റുകളായ റായ്ഗഞ്ചിലും മുർഷിദാബാദിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തരുത്. വടക്കൻ ബംഗാളിലെ കോൺഗ്രസിന്റെ 4 സിറ്റിംഗ് സീറ്റുകളിൽ CPM സ്ഥാനാർത്ഥികളെ നിർത്തില്ല. റായ്ഗഞ്ചിൽ PB അംഗം മുഹമ്മദ് സലീമിനെതിരെ മത്സരിക്കാനൊരുങ്ങിയ ദീപാദാസ് മുൻഷിയെ പിന്തിരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നതിനെ അനുസരിച്ചിരിക്കും നീക്കുപോക്കിന്റെ ഭാവി. അവശേഷിക്കുന്ന 36 സീറ്റുകളുടെ കാര്യത്തിൽ ഇടതുമുന്നണി മാർച്ച് 8-ന് തീരുമാനമെടുക്കും. മഹാരാഷ്ട്രയിൽ NCP സഖ്യത്തിന്റെ ഭാഗമായി CPM പാൽഗർ, ദിണ്ടോരി സീറ്റുകളിൽ 1-ൽ മത്സരിക്കും. ബീഹാറിൽ RJD സഖ്യത്തിന്റെ ഭാഗമായി ഊജിയാർപൂർ സീറ്റിൽ, തമിഴ്നാട്ടിൽ DMK സഖ്യത്തോടൊപ്പം മത്സരിക്കാനും ഒഡീഷയിൽ ഓരോ നിയമസഭാ, ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടാക്കാനും കേന്ദ്ര കമ്മിറ്റിയിൽ തീരുമാനമായി. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെയും വാനോളം പുകഴ്ത്തിയ നേതാവിനെതിരെ സിപിഎമ്മിന്റെ അച്ചടക്ക നടപടി. മഹാരാഷ്ട്ര സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ആദം നരസയ്യ നാരായണനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് 3 മാസത്തേക്ക് സിപിഎം സസ്പെൻഡ് ചെയ്തു. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ നശിപ്പിക്കും വിധം സംസാരിച്ചതിനാണ് നടപടി. And at that day the speech that he gave hurt the interests of the party. So for that he has been suspended from the Central Committee for a period of 3 months. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗമായ നരസയ്യ ആദം BJP സർക്കാരിനെയും മോദിയെയും വാനോളം പുകഴ്ത്തി സംസാരിച്ചതാണ് നടപടിക്ക് കാരണം. ജനുവരി 9-ന് മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പങ്കെടുത്ത ചടങ്ങിലായിരുന്നു പ്രസംഗം. BJP സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു വേദി. हमारे प्यारे पंतप्रधान नरेंद्र मोदी 30,000 मकान दिया. 70 വർഷം നടക്കാത്ത വികസനമാണ് മോദി സർക്കാർ നടത്തിയതെന്ന് നരസയ്യ ആദം പറഞ്ഞു. ഈ രാജ്യത്തെ പാവപ്പെട്ട സ്ത്രീകൾ ഒരിക്കലും മോദിയെ മറക്കില്ല. BJP സർക്കാർ പാവങ്ങൾക്ക് നൽകിയ വീടുകൾ ബംഗ്ലാവുകളാണ്. ജനങ്ങൾ എന്നും മോദിയോട് കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പോയി സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസംഗം. अमरूद मंजूर करो और हमारा मुख्यमंत्री और पंतप्रधान दोनों से विनती है, बैंक का कर्जा 5-6 हजार करने वाले. സദസ്സിലുണ്ടായിരുന്ന നരേന്ദ്രമോദിയും ദേവേന്ദ്ര ഫട്നാവിസും പ്രസംഗം ഏറെ ആസ്വദിച്ചെങ്കിലും പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ പാർട്ടി നിലപാട് മറന്ന സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിക്ക് പുറത്തായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരത്ത് സി ദിവാകരൻ CPI സ്ഥാനാർത്ഥി. മാവേലിക്കരയിൽ ചിറ്റയം ഗോപകുമാറും തൃശൂരിൽ രാജാജി മാത്യു തോമസും മത്സരിക്കും. വയനാട്ടിൽ PP സുനീറാകും സ്ഥാനാർത്ഥി. തൃശൂരിൽ സിറ്റിംഗ് MP CN ജയദേവനെ ഒഴിവാക്കിയപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ 2 MLA-മാർ ഇടം പിടിച്ചു. ഇത്തവണയും CPI വനിതകളെ മത്സരിപ്പിക്കുന്നില്ല. തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ നൽകിയ പട്ടികയിലെ ആദ്യ പേരുകാരൻ കാനം രാജേന്ദ്രൻ മത്സരിക്കാനില്ലെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിനെ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് സി ദിവാകരന് വഴി തെളിഞ്ഞത്. കാനവും ദിവാകരനെ പിന്തുണച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ പാർട്ടി നടപടി നേരിട്ട ദിവാകരൻ അപ്രതീക്ഷിതമായാണ് സ്ഥാനാർത്ഥിയാകുന്നത്. പ്രധാന നേതാവിനെ തന്നെ തിരുവനന്തപുരം പിടിക്കാൻ നിയോഗിക്കണമെന്ന അഭിപ്രായവും CPM-ന് ഏറ്റവും സമ്മതനായ നേതാവെന്ന ഘടകവും ദിവാകരന് തുണയായി. ഞാൻ എന്നും യാതൊരു വെല്ലുവിളിയായിട്ടെടുക്കും. എനിക്ക് വെല്ലുവിളിയൊന്നുമില്ല. ഏറെക്കുറെ മുൻനിശ്ചയിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വമാണ് മാവേലിക്കരയിലേത്. 3 ജില്ലാ കമ്മിറ്റികളുടെ സാധ്യതാ പട്ടികയിലും അടൂർ MLA ചിറ്റയം ഗോപകുമാർ ഇടം പിടിച്ചിരുന്നു. പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത്, പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്ത പ്രവർത്തനം നിലയിൽ പാർട്ടി തീരുമാനം നടപ്പിലാക്കും.
ലോക്സഭയിലെ ഏക സിറ്റിംഗ് എംപിയെ തഴഞ്ഞാണ് രാജാജി മാത്യു തോമസിനെ സീറ്റ് നിലനിർത്താൻ തൃശൂരിൽ നിയോഗിക്കുന്നത്. മുതിർന്ന നേതാവ് സത്യൻ മൊകേരിയെ മറികടന്നാണ് വയനാട്ടിൽ PP സുനീറിനെ പരിഗണിച്ചത്. കേന്ദ്ര നേതൃയോഗങ്ങൾക്ക് ശേഷമാകും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കാര്യമായ അത്ഭുതങ്ങൾ ഒന്നും ഉണ്ടായില്ല. ജില്ലാ കൗൺസിലുകൾ നൽകിയ പട്ടികയിൽ നിന്ന് തന്നെ CPI സംസ്ഥാന നേതൃത്വം 4 സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി. ഏക സിറ്റിംഗ് MP CN ജയദേവനെ ഒഴിവാക്കിയതും സി ദിവാകരന്റെ സ്ഥാനാർത്ഥിത്വമാണ് ശ്രദ്ധേയം. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. പേയ്മെന്റ് സീറ്റിന്റെ പേരിൽ നടപടി നേരിട്ടയാളെ 5 ആണ്ടിനിപ്പുറം അതേ മണ്ഡലത്തിൽ പോരിനിറക്കുക. തിരുവനന്തപുരത്ത് സി ദിവാകരന്റെ സ്ഥാനാർത്ഥിത്വം രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായമാണെങ്കിൽ തൃശൂരിൽ ഇതുവരെ പരിചരിച്ച വഴിയിൽ നിന്നുള്ള മാറ്റി നടത്തമാണ് CPIയുടേത്. 5 വർഷം മുമ്പ് തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിന്റെ പേരിൽ ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്ന് സംസ്ഥാന കൌൺസിലിലേക്ക് തരം താഴ്ത്തപ്പെട്ടയാൾ പിന്നെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സീറ്റ് നിഷേധിച്ചിട്ടും പിടിച്ചുവാങ്ങി ജയിച്ച് നിയമസഭയിൽ മന്ത്രിസ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ വീണുപോയെങ്കിലും ആ ജയത്തോടെ പഴയ പ്രതാപത്തിലേക്ക് എത്തുകയായിരുന്നു സി ദിവാകരൻ. സി ദിവാകരന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം തന്ത്രജ്ഞത എന്നാകും. രണ്ടാമത്തേത് മുന്നണിയിലെ മൂത്ത പാർട്ടിയായ CPMന്റെ അകമഴിഞ്ഞ പിന്തുണയാണ്. ദിവാകരനെ രണ്ടും കൽപ്പിച്ച് തിരുവനന്തപുരത്ത് ഇറക്കുമ്പോൾ തൃശൂരെ തീരുമാനം പാർട്ടിയിൽ തന്നെ പല നേതാക്കളെയും അമ്പരപ്പിച്ചു. K കൃഷ്ണവാര്യരും ശ്രീ ജനാർദ്ദനനും KA രാജനും VV രാഘവനും CK ചന്ദ്രപ്പനും ഉൾപ്പെടെ മുതിർന്ന നേതാക്കളായിരുന്നു മുമ്പ് മത്സരിച്ച് ജയിച്ചത്. കഴിഞ്ഞ തവണ ജയിച്ച CN ജയദേവനെ മാറ്റി ഇത്തവണ പതാക ഏൽപ്പിക്കുന്നത് ജനയുഗം എഡിറ്റർ രാജാജി മാത്യു തോമസിനെ. ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ തന്നെയാണ് നിർദ്ദേശം വെച്ചത്, ഞാൻ മാറി രാജാജി മാത്യു തോമസ് ആകട്ടെ എന്നുള്ളത്. തീർച്ചയായിട്ടും തൃശ്ശൂർ പുതിയ സാഹചര്യങ്ങളുണ്ട്, അത് കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് രാജാജി മാത്യു തോമസ് ആകുമ്പോൾ അദ്ദേഹം പക്കാ ഒരു മതേതരത്വ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. ഞാൻ സന്തോഷത്തോടു കൂടിയാണ് ഒഴിയുന്നത്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ CPIക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ചിറ്റയം ഗോപകുമാർ എന്നാണ് വിലയിരുത്തൽ. മലപ്പുറത്തെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ PP സുനീർ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന പ്രതീക്ഷയിലാണ് വയനാട്ടിൽ CPIയുടെ കണ്ണ്. പക്ഷേ സുനീറിന്റെ കാര്യത്തിൽ CPMന് പൂർണ്ണ തൃപ്തിയില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPM സ്ഥാനാർത്ഥികളെ നാളെ അറിയാം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. മറ്റന്നാൾ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ ചേരാനാണ് നിർദ്ദേശം. സിറ്റിംഗ് MPമാരിൽ P കരുണാകരനും PK ബിജുവും ഒഴികെയുള്ളവർ മത്സരിക്കും. VV അരുൺ ചേരുന്നു. അരുൺ, ആർക്കൊക്കെയായിരിക്കും സാധ്യതകൾ നാളെ തന്നെ അറിയാൻ സാധിക്കുമോ? തന്നെ നാളെ തന്നെ CPM സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഏകദേശ ധാരണയുണ്ടാകും. നാളെ ചേർന്ന സംസ്ഥാന സെക്രട്ടറി യോഗം സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യും. മറ്റന്നാൾ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ വിളിക്കാൻ ജില്ലാ നേതൃത്വങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ഈ സ്ഥാനാർത്ഥി പട്ടിക അവതരിപ്പിക്കും. അവിടെ നിന്നുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സമിതിയാകും അന്തിമ തീരുമാനമെടുക്കുക. 7-8 തീയതികളിലാണ് സംസ്ഥാന സമിതി യോഗം വിളിച്ചിരിക്കുന്നത്. 8-ാം തീയതി LDFും ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് CPMന്റെ തീരുമാനം. സിറ്റിംഗ് എംപിമാരിൽ കാസർഗോഡ് P കരുണാകരൻ, ആലത്തൂരിൽ PK ബിജു എന്നിവർ മത്സരിക്കില്ല. കണ്ണൂരിൽ PK ശ്രീമതിയും, ആറ്റിങ്ങലിൽ MB സമ്പത്തും, ഇടുക്കിയിൽ ജോയ്സ് ജോർജും, പാലക്കാട് അരുൺ തുടരാം. പാലക്കാട് MB രാജേഷും വീണ്ടും മത്സരിക്കും. കൊല്ലത്ത് സംസ്ഥാന സെക്രട്ടറി അംഗം KN ബാലഗോപാലിനെയാണ് പരിഗണിക്കുന്നത്. ചാലക്കുടിയിൽ ഇന്നസെന്റ് മത്സരിക്കില്ല നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്നസെന്റിനെ പകരം എറണാകുളത്ത് പരിഗണിക്കുന്നുണ്ട്. എറണാകുളത്ത് P രാജീവും സാധ്യതാ പട്ടികയിലുണ്ട്. ചാലക്കുടിയിൽ P രാജീവോ അല്ലെങ്കിൽ ഷാജു പോളോ മത്സരിക്കാനാണ് ഇപ്പോഴത്തെ സാധ്യത. വടകര CPM തന്നെ മത്സരിച്ചേക്കും. ജനതാദൾ സീറ്റ് ആവശ്യപ്പെടുന്നെങ്കിലും വിട്ടുകൊടുക്കാൻ ഇടയില്ല. അങ്ങനെയെങ്കിൽ P സതിദേവിയോ മുഹമ്മദ് റിയാസിനെയോ ആണ് അവിടേക്ക് പരിഗണിക്കുന്നത്. കോഴിക്കോടും മുഹമ്മദ് റിയാസിന്റെ പേരിനാണ് മുൻഗണന. റിയാസ് ഇല്ലെങ്കിൽ അവിടെ A പ്രദീപ് കുമാർ MLA മത്സരിക്കാനാണ് സാധ്യത. കാസർഗോഡ് സിറ്റിംഗ് MP P കരുണാകരന് പകരം KP സതീഷ്ചന്ദ്രൻ മത്സരിക്കും. ശരി അരുൺ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുമായുള്ള സീറ്റ് ചർച്ചയ്ക്ക് ജനതാദൾ എസ് 4-അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന സമിതിയുടേതാണ് തീരുമാനം. പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി, ഭാരവാഹികളായ മാത്യു T തോമസ്, CK നാണു, നീലലോഹിതദാസൻ നാടാർ എന്നിവരടങ്ങുന്ന സമിതിയാകും ചർച്ച നടത്തുക. എറണാകുളം ഉൾപ്പെടെ ഏത് സീറ്റിലും മത്സരിക്കാൻ തയ്യാറാണെന്നും എന്നാൽ ഇടതുമുന്നണിയുമായി ആലോചിക്കണമെന്നും K കൃഷ്ണൻകുട്ടി പറഞ്ഞു. അതേസമയം മന്ത്രിയായതിനാൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിയുകയാണെന്നും കൃഷ്ണൻകുട്ടി കേന്ദ്ര നേതൃത്വത്തിന് കത്ത് നൽകി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകും.
പേരുവെച്ച് ചർച്ച ചെയ്യാതെ കെപിസിസി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം പിരിഞ്ഞു. മുതിർന്ന നേതാക്കൾ കൂടിയാലോചിച്ച് പട്ടിക തയ്യാറാക്കി കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് സമർപ്പിക്കും. UDF സീറ്റ് വിഭജനത്തിന് വിശദമായ ചർച്ചയും നടത്തും. പല DCCകളും സീറ്റ് മോഹികളുടെ മുഴുവൻ പേരും ഉൾപ്പെടുത്തിയാണ് പട്ടിക സമർപ്പിച്ചത്. ചില DCCകൾ ആരെയും പിണക്കാതിരിക്കാൻ പട്ടിക നൽകിയതുമില്ല. ഇതിനൊപ്പം 32 അംഗങ്ങളടങ്ങുന്ന തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥികളുടെ പേര് ചർച്ച ചെയ്തു തീരുമാനിക്കുന്നതിലെ അപ്രായോഗികതയും മുതിർന്ന നേതാക്കൾ യോഗം തുടങ്ങും മുമ്പ് തന്നെ ചൂണ്ടിക്കാട്ടി. ഇതോടെ യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥികളുടെ പേരുകളിലേക്ക് കടക്കേണ്ടതില്ലെന്ന് നിർദ്ദേശം വന്നു. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് എന്നിവർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം പ്രത്യേകം കേട്ടു. ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. മെമ്പർമാരുമായിട്ടൊക്കെ തന്നെ ഞങ്ങൾ വിശദമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. പേരുകൾ വെച്ച് ചർച്ച ചെയ്തില്ലെങ്കിലും സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായം കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റി കൈമാറുമെന്ന് മുകുൾ വാസ്നിക് അറിയിച്ചു. These recommendations will be placed before the screening committee and then finally a decision will be taken in the Central Election Committee. മത്സരിക്കാൻ താല്പര്യമില്ലെന്ന മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ നേതൃത്വത്തെ അറിയിച്ചു. ആരെയും പിണക്കാതെ ജംബോ പട്ടിക നൽകി DCCകൾ. ആരെ പിണക്കുമെന്നറിയാതെ KPCC. യോഗം ചേർന്ന് സമ്മർദ്ദം ശക്തമാക്കി ഗ്രൂപ്പുകൾ. ഇത്തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. മുന്നണിയിലെ സീറ്റ് തർക്കം സൗകര്യമായി കണ്ട് കോൺഗ്രസ്. 8 സിറ്റിംഗ് സീറ്റുകളിൽ 4 ആര് മത്സരിക്കണമെന്നതിൽ കോൺഗ്രസിൽ കടുത്ത തർക്കം നിലനിൽക്കുകയാണ്. 2ാം സീറ്റിനായുള്ള കേരള കോൺഗ്രസിന്റെ അവകാശവാദത്തിൽ സ്വന്തം സ്ഥാനാർത്ഥി തർക്കവും ഗ്രൂപ്പ് പോരും ഒളിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. തിരുവനന്തപുരത്ത് ശശി തരൂർ, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, എറണാകുളത്ത് KV തോമസ്, കോഴിക്കോട് MK രാഘവൻ. ഈ 4 സിറ്റിംഗ് സീറ്റുകളാണ് തർക്കരഹിതം. 2014 വിജയിച്ച വടകരയിൽ സിറ്റിംഗ് MP KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരത്തിനില്ല. അന്തരിച്ച MI ഷാനവാസിന്റെ മണ്ഡലമായിരുന്ന വയനാട്ടിലും പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്കെതിരെ DCC തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ സിറ്റിംഗ് MP KC വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിലും കോൺഗ്രസിന്റെ ദേശീയതല സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള തിരക്കുകൾ അദ്ദേഹത്തിന് പ്രതിസന്ധിയാകും. ഇതിനു പുറമെയാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം. കണ്ണൂരിൽ ആര് മത്സരിക്കണമെന്ന് സംബന്ധിച്ച് K സുധാകരന്റെ തീരുമാനം നിർണായകമാകും. ആറ്റിങ്ങൽ, ഇടുക്കി, തൃശൂർ, ചാലക്കുടി, പാലക്കാട്, ആലത്തൂർ, കാസർഗോഡ് തുടങ്ങിയ സീറ്റുകളിലേക്ക് പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. ഗ്രൂപ്പ്, ജാതി, മത സമവാക്യങ്ങൾക്കൊപ്പം ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുള്ള വനിതാ, ചെറുപ്പക്കാർ എന്നിവ കൂടി പരിഗണിച്ചു വേണം ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ. ഇതിനൊപ്പം ചില മണ്ഡലങ്ങൾ വച്ചുമാറുന്നത് സംബന്ധിച്ച ഗ്രൂപ്പ് തർക്കവും ഉണ്ടായിട്ടുണ്ട്. I ഗ്രൂപ്പിന്റെ സീറ്റായ വയനാടിനായി A ഗ്രൂപ്പ് ചരടുവലി നടത്തുന്നുണ്ട്. ഈ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സാവകാശമായിട്ടാണ് മുന്നണിയിലെ പ്രശ്നങ്ങളെ കോൺഗ്രസ് കാണുന്നത്. അവകാശവാദങ്ങൾ എന്തായാലും നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനുള്ള അവസാന ദിവസം വരെ നീളും ചില സീറ്റുകളിലെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. PJ ജോസഫിന് സീറ്റ് കൊടുക്കില്ലെന്ന നിലപാടിലുറച്ച് KM മാണി. കേരള കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി ആരാകണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ജോസ് K മാണി. ജോസഫിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും കേരള കോൺഗ്രസിൽ തുടരുകയാണ്. മത്സരിക്കുമെന്ന് PJ ജോസഫ് പലതവണ പറഞ്ഞെങ്കിലും KM മാണിക്കും ജോസ് K മാണിക്കും ഒട്ടുമായവില്ല. ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ജോസ് K മാണിയുടെ പ്രതികരണവും ഇങ്ങനെ: ഒരു സീറ്റാണെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? PJ തന്നെ. അത് പാർട്ടി തീരുമാനിക്കട്ടെ. നാളെ കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കെ 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. സീറ്റ് നൽകാനാകില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞ കാര്യം ജോസ് K മാണി സ്ഥിരീകരിച്ചു. അല്ല, അവരുടെ ബുദ്ധിമുട്ട് അവർ അറിയിച്ചു, ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങളും അങ്ങോട്ട് അറിയിച്ചു, നമ്മുടെ വാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. അപ്പോൾ നാളെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നാളത്തെ ചർച്ചയ്ക്ക് മുൻപ് ജോസഫിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൽ സജീവമാണ്. മതമേലധ്യക്ഷന്മാർ വഴിയാണ് നീക്കം തുടരുന്നത്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി വീണ്ടും രണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ജോസഫ് നൽകുന്നത്. G ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. ആലപ്പുഴയിൽ ചേർന്ന പാർട്ടി സംസ്ഥാന കൌൺസിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്ന് ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ ആഗ്രഹം മാത്രമാണെന്നും തീരുമാനമല്ലെന്നും തുഷാർ പ്രതികരിച്ചു. മത്സരരംഗത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം നേരത്തെ മുതൽ ഇത് തന്നെയാണ്, ഇപ്പോഴും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ചില തീരുമാനങ്ങൾ നമ്മൾ പാർട്ടിയുടെയും അതുപോലുള്ള ഘടകകക്ഷികളിലേക്ക് തീരുമാനത്തിൽ മാറ്റേണ്ടി വരുമല്ലോ. അത് വരും ദിവസങ്ങളിൽ ഒരു ഫൈനൽ തീരുമാനം എടുക്കും. അത് ഇദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ്. ഈ കേരളത്തിൽ ഒരാളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ സ്വന്തമായിട്ട് പറയുന്നൊരു അഭിപ്രായം എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു കാര്യത്തിന് ഞങ്ങളാരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇവിടെ കേരളത്തിൽ ആരും പറയുന്നതും കേട്ടിട്ടില്ല. കണക്ക് നിരത്തി അമിത്ഷാ.
ബാലാക്കോട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. 250 ഭീകരർ കൊല്ലപ്പെട്ടെന്ന് ബിജെപി അധ്യക്ഷൻ അമിത്ഷാ അവകാശപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറിയില്ലെന്നും കണക്ക് വ്യോമസേന എടുക്കാറില്ലെന്നുമായിരുന്നു എയർ ചീഫ് മാർഷൽ BS ധനോവയുടെ പ്രതികരണം. സൈന്യത്തെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ബിജെപി ഉപയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ബലാക്കോട്ടിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണത്തെക്കുറിച്ച് ആദ്യമായാണ് ബിജെപി അധ്യക്ഷന്റെ പ്രതികരണം. പുൽവാമ ആക്രമണത്തിന് ശേഷം മിന്നലാക്രമണം ഉണ്ടാകില്ലെന്ന് എല്ലാവരും പറഞ്ഞു നടന്നപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വ്യോമാക്രമണത്തിന് ഉത്തരവിട്ടു. 250 ഭീകരരെയാണ് ഒറ്റയടിക്ക് കൊന്നത്. ഇന്ത്യക്ക് ഒരു നഷ്ടവും സംഭവിച്ചതുമില്ല. വിംഗ് കമാൻഡർ അഭിനന്ദനെ തിരിച്ചുകൊണ്ടുവന്നത് മോഡിയുടെ ഇച്ഛാശക്തിയാണെന്നും അമിത്ഷാ പറഞ്ഞു. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു വ്യോമസേനാ മേധാവി BS ധനോവയുടെ പ്രതികരണം. Air Force is not in a position to clarify that how many people were inside it. That we don't count human casualties. We count what targets have we hit or not hit. ആക്രമണത്തിൽ ഒരാൾ പോലും മരിച്ചിട്ടില്ലെന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെപ്പറ്റി പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. Is it that the international media is pro-Pakistan? Is the Prime Minister now going to say that the international media by saying this is pro-Pakistan? ബാലാക്കോട്ട് ആക്രമണവും അഭിനന്ദനെ വിട്ടുകിട്ടിയതും പ്രധാനമന്ത്രിയുടെ നേട്ടമായി ഉയർത്തിക്കാണിക്കുക. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളെ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തുക. ദേശീയത ഉപയോഗിച്ചുള്ള ബിജെപിയുടെ ഈ പ്രചാരണ തന്ത്രത്തെ ചെറുക്കുകയെന്നതാണ് പ്രതിപക്ഷത്തിന് മുന്നിലുള്ള വെല്ലുവിളി. ഡൽഹിയിൽ നിന്ന് M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. ബിജെപി മന്ത്രിക്ക് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്റെ കുടുംബത്തിന്റെ ശകാരം. ബീഹാർ തൊഴിൽ മന്ത്രി വിജയ് കുമാർ സിൻഹയ്ക്കാണ് കുപ്വാരയിൽ ഭീകരവാദികളെ നേരിടുന്നതിനിടെ കൊല്ലപ്പെട്ട CRPF ഇൻസ്പെക്ടർ പിന്റുവിന്റെ ബന്ധുക്കളിൽ നിന്ന് ശകാരമേൽക്കേണ്ടി വന്നത്. പിന്റുവിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോൾ സ്വീകരിക്കാൻ ഭരണകക്ഷിയായ NDAയിലെ മുതിർന്ന നേതാക്കളാരും എത്തിയിരുന്നില്ല. നേതാക്കളെല്ലാം NDAയുടെ സങ്കൽപ് റാലിയിൽ പങ്കെടുക്കാൻ പോയതിനാലായിരുന്നു ജവാന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ എത്താതിരുന്നത്. ഇത് വലിയ വിവാദമായ സാഹചര്യത്തിലാണ് മന്ത്രി വിജയ്കുമാർ ജവാന്റെ വീട്ടിലെത്തിയത്. എന്നാൽ വളരെ വൈകിയാണ് എത്തിയതെന്നും ഇത് രക്തസാക്ഷിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ജവാന്റെ ബന്ധുക്കൾ മന്ത്രിയോട് തുറന്നു പറഞ്ഞു. ഇന്ത്യൻ അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച പാക് വിമാനം വെടിവെച്ചു വീഴ്ത്തി. പാകിസ്ഥാന്റെ ആളില്ലാ ചാരവിമാനമാണ് രാജസ്ഥാനിൽ കടക്കാൻ ശ്രമിച്ചത്. ഇന്ത്യൻ റഡാറുകൾ പതിഞ്ഞ ഉടൻ വിമാനത്തെ വീഴ്ത്തുകയായിരുന്നു. കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാന്റെ വെടിനിർത്തൽ ലംഘനം തുടരുകയാണ്. പൂഞ്ച്, രജൌറി ജില്ലകളിൽ ഇന്നും ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായി. അതിനിടെ പാകിസ്ഥാൻ വ്യോമഗതാഗതം വീണ്ടും നിർത്തിവെച്ചു. യാത്രാ വിമാനങ്ങൾ പതിവ് പോലെ സർവീസ് നടത്തുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നുവെങ്കിലും ഇന്ന് വിമാന സർവീസുകൾ നിർത്തുകയായിരുന്നു. ഭീഷണികൾ അവസാനിച്ചിട്ടില്ലെന്നും പാകിസ്ഥാൻ അതീവ ജാഗ്രതയിലാണെന്നും പാക് വ്യോമസേനാ മേധാവി മുജാഹിദ് അൻവർ ഖാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ വ്യോമഗതാഗതം നിർത്തിയത്. ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ നിർദ്ദേശം. കർഷക ആത്മഹത്യകൾ തുടരുന്ന സാഹചര്യത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ മറ്റന്നാൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരും. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗവും ഇക്കാര്യം ചർച്ച ചെയ്യും. ജപ്തി നടപടികൾ നിർത്തിവെക്കാനുള്ള സർക്കാർ നിർദ്ദേശത്തിനിടെ വീണ്ടും നോട്ടീസുകൾ അയച്ച് സഹകരണ ബാങ്കുകൾ. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഇന്ന് മാത്രം 6 പേരുടെ സ്വത്ത് ജപ്തി ചെയ്യാൻ സർഫേസി നിയമപ്രകാരം നോട്ടീസ് പരസ്യപ്പെടുത്തി. കാർഷിക പ്രതിസന്ധി തടയാൻ സർക്കാർ നടപടി തുടരുന്നതിനിടെയാണ് സർഫേസി നിയമപ്രകാരം ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക് കടന്നത്. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഇന്നു മാത്രം 6 പേരുടെ ജപ്തി അറിയിച്ച് പത്രപരസ്യം നൽകി. മഹാപ്രളയത്തിന് ശേഷം കേരളത്തിലെ കാർഷിക മേഖല ഭീകരമായ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ സർക്കാർ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് കേരളത്തിലെ ധനകാര്യ സ്ഥാപനങ്ങൾ ജപ്തി നടപടികളായി മുന്നോട്ട് പോകുന്നത്. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് 6 കർഷകർ കടക്കണി മൂലം ജീവനൊടുക്കിയിരുന്നു. പ്രളയക്കെടുതിയെ തുടർന്ന് സംസ്ഥാന സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചെങ്കിലും ഇത് ബാധകമല്ലെന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാട്. കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ വയനാട്, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ജപ്തി നോട്ടീസുകൾ നൽകിയിട്ടുള്ളത്. കാർഷിക മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതിനിടെയാണ് ബാങ്കുകൾ ജപ്തി നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സർഫേസി നിയമപ്രകാരം കുടിശ്ശിക വരുത്തിയവരുടെ സ്വത്ത് പിടിച്ചെടുക്കാനാണ് ബാങ്കുകളുടെ തീരുമാനം. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. വെന്തുരുകി കേരളം.
ഇന്നും നാളെയും കോഴിക്കോട് ഉഷ്ണതരംഗമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. താപനില 5 ഡിഗ്രി വരെ ഒറ്റയടിക്ക് ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. താപനിലയും അന്തരീക്ഷത്തിലെ ബാഷ്പത്തിന്റെ അളവും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് ഉഷ്ണതരംഗമുണ്ടാകുമെന്ന മുന്നറിയിപ്പ്. നിലവിലുള്ള കൂടിയ താപനിലയിൽ നിന്ന് 5 ഡിഗ്രി വരെ പൊടുന്നനെ ചൂടുയരുകയും താഴുകയും ചെയ്യും. ഇന്നും നാളെയും കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലും ഇതിന്റെ ഫലമായി താപനില ഉയർന്നേക്കും. കടലിലെ താപനിലയിലെ ഏറ്റക്കുറച്ചിൽ മൂലമുള്ള എൽനിനോ പ്രതിഭാസമാണ് സംസ്ഥാനത്ത് ചൂട് കൂടാൻ കാരണം. അപകട സാധ്യത കണക്കിലെടുത്ത് മുൻകരുതൽ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നാളെ ഇതിന്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയാണുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പൊതുജനങ്ങൾ അതിനനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ സസൂക്ഷ്മം പാലിക്കേണ്ടതുണ്ട്. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. കുടിവെള്ളം എപ്പോഴും കയ്യിൽ കരുതണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നു. മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ ജില്ലകളിലുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം. ചൂടിനെ പ്രതിരോധിക്കാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും വേണം. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് കർശന ജാഗ്രതാ നിർദ്ദേശം. പകൽ 11 മണി മുതൽ 3 മണി വരെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ ശാംബശിവ റാവു അറിയിച്ചു. ശിവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. രാത്രി 12-ന് ശിവരാത്രി വിളക്കോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. ദീപാരാധനയ്ക്ക് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. SS ശരൺ ചേർന്നു. ശരൺ, ചടങ്ങുകളെല്ലാം ആരംഭിച്ച് കഴിഞ്ഞോ? വിവരങ്ങൾ. ധന്യ, ബലിതർപ്പണ ചടങ്ങുകൾക്കായിട്ട് അക്ഷരാർത്ഥത്തിൽ ആലുവ മണപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, നിരവധി പേരാണ് ഇവിടേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്. ബലിതർപ്പണം 12 മണിയോടുകൂടിയാണ് ആരംഭിക്കുക. അതായത് 12 മണിക്ക് ശിവരാത്രി വിളക്ക് തെളിയിക്കും. അതിനുശേഷമാകും ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുക. നാളെ പുലർച്ചെയെല്ലാം തന്നെ ബലിതർപ്പണ ചടങ്ങ് നീണ്ടു നിൽക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനകം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആലുവ മണപ്പുറം ദൃശ്യ അലങ്കൃത ായിരിക്കുന്നു. കാരണം ഇവിടെ തന്നെ ദീപ വിളക്കുകളെല്ലാം തെളിയിച്ചുകൊണ്ട് തന്നെ വലിയ തോതിൽ മന്ത്രങ്ങളെല്ലാം ഉരുവിട്ടുകൊണ്ട് തന്നെ ആളുകൾ ബലിതർപ്പണ ചടങ്ങുകൾക്കായി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ബലിതർപ്പണ ചടങ്ങുകൾക്ക് മുന്നോടിയായി തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ആലുവ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. 1500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നിരീക്ഷണത്തിനായി CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള സുരക്ഷാ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ബലിതർപ്പണത്തിന് മുന്നോടിയായിട്ടുള്ള ബലി തറകളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും 10 ലക്ഷത്തിലധികം ആളുകൾ ബലിതർപ്പണത്തിൽ പങ്കെടുക്കുമെന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഗതാഗത സംവിധാനമാണ്. KSRTC അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. ഇന്ന് രാത്രിയും ഒപ്പം തന്നെ നാളെ പുലർച്ചെയും അധിക സർവീസുകൾ നടത്തുന്നത്. ഏതായാലും ഇവിടേക്ക് ബലിതർപ്പണത്തിനായി എത്തുന്ന ബലിതർപ്പണത്തിന് ഒരുങ്ങിയിരിക്കുന്നു. ശിവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. ആലുവ മണപ്പുറത്ത് നിന്ന് SS ശരണാണ് വിവരങ്ങൾ നൽകിയത്. കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷന്റെ ആസ്ഥാനമായ ഇഷ യോഗ സെന്ററിൽ മഹാശിവരാത്രി വിപുലമായി ആചരിക്കുന്നു. 112 അടി ഉയരമുള്ള ശിവപ്രതിമയുടെ മുന്നിലൊരുക്കിയ പ്രത്യേക വേദിയിൽ സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ സാന്നിധ്യത്തിൽ പരിപാടികൾ തുടരുന്നു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുത്തു. നാളെ രാവിലെ 6-നാണ് ശിവരാത്രി ആചരണം സമാപിക്കുക. Of this magnificent union, Khanas, his constant companions, asked, "What about us?" Adiyogi said, "Just drink of me," which drove them into intoxicated raptures.